സംസ്ഥാനത്ത് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പഠിക്കാൻ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൃഷി വകുപ്പ്. വയനാട് ദുരന്തത്തിന്റെയും കോഴിക്കോട് വിലങ്ങാട് ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി റമീസ് ചേരുന്നുണ്ട്. റമീസ്, ഗുഡ് മോർണിംഗ്. ഏറെ ആശങ്കപ്പെടുത്തുന്ന ദിവസങ്ങളായിരുന്നു സംസ്ഥാനത്തെ സംബന്ധിച്ച് കടന്നുപോയത്. പ്രത്യേകിച്ച് വയനാട് ദുരന്തം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ 2 ദിവസമായി ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ, മുഴക്കങ്ങൾ, ഇതൊക്കെയും ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൃഷി വകുപ്പ് പോകുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ നീക്കം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പ്രിയ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വിലങ്ങാട് ദുരന്തബാധിത പ്രദേശത്ത് എത്തിയ മന്ത്രി പി പ്രസാദാണ് ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനത്ത് തുടരെയുണ്ടാകുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ഒരു പ്രത്യേക യോഗം, ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. ശാസ്ത്രീയവും പരമ്പരാഗതവുമായ അറിവുകളും വിദഗ്ധരെയും ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ഉന്നതതല യോഗം വിളിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസം തന്നെയാണ് കോഴിക്കോട് വിലങ്ങാടും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ കണ്ണവം, അതുപോലെ പുരളിമല തുടങ്ങിയ ഭാഗങ്ങളിലും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി ഉരുൾപൊട്ടൽ ഉണ്ടായത്. ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെയും തന്നെ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും വലിയ രീതിയിൽ വെള്ളം കയറുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചത്. മാത്രമല്ല, വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിനെ കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്താൻ ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, അതുപോലെ തന്നെ ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങിയ 4 അംഗ വിദഗ്ധ സംഘം അടുത്ത ആഴ്ച കൂടെ തന്നെ വിലങ്ങാടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിഞ്ഞത്. സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും തകർച്ച നേരിട്ട സ്ഥലങ്ങളിൽ തുടർ താമസം എന്ന് മന്ത്രി രാജൻ ദുരന്തത്തിൽ 13 വീടുകളാണ് നാശനഷ്ടം സംഭവിച്ചത്. അതിന്റെ ഭാഗമായി 655ഓളം അധികം ആളുകൾ നിലവിൽ ഈ ജില്ലയിൽ ക്യാമ്പുകളിലുണ്ട്. 185ഓളം കുടുംബങ്ങളാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ താമസിച്ചത്. എന്തായാലും ഇവരുടെ ഈ ഒരു ഇവർക്ക് മനുഷ്യസാധ്യമായ എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കുമെന്നും പ്രദേശത്ത് ഡ്രോൺ സർവേ നടത്തുമെന്നും സ്ഥലം സന്ദർശിക്കുന്ന മന്ത്രിമാരടങ്ങുന്ന സംഘം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ ഒരു ദുരന്തബാധിത പ്രദേശത്ത് നടത്തുന്ന ഈ ഒരു മേഖലയിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ദുരന്തം ഉണ്ടാകുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും പരിശോധനകളൊക്കെയും തന്നെ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദഗ്ധ സംഘം മുൻപാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ 13-ന് യോഗം ചേരുന്നത്. കാരണം വ്യാപകമായ കൃഷിനാശമാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടലിൽ നഷ്ടമായത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വയനാട്, കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെയും തന്നെ ഇത്തരത്തിൽ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയ. ശരി റമീസ്, ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ റമീസ് പറഞ്ഞതിലൂടെ മനസ്സിലാകുന്നത്. സംസ്ഥാനത്തുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പഠിക്കാൻ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കാൻ പോവുകയാണ് കൃഷി വകുപ്പ്. ഈ ഒരു സാഹചര്യം നമുക്കറിയാം, വയനാട് ദുരന്തമുണ്ടായതിൻ്റെയും പ്രത്യേകിച്ച് കോഴിക്കോട് വിലങ്ങാട് ദുരന്തത്തിൻ്റെയും ഒക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് അറിയേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഉന്നതതല യോഗം ചേർന്ന് അതിലൊരു തീരുമാനമെടുത്തിട്ട് നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് റമീസ് നൽകിയത്.